തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സ്വർണ്ണവില കേട്ട് ഞെട്ടിയോ? എന്നാൽ എല്ലാവർക്കും സ്വർണ്ണം വാങ്ങാം. തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ, അതിമനോഹരമായ ഡിസൈനുകൾ, 1 ഗ്രാം മുതൽ നെക്ലസുകൾ, ബ്രേസ്ലെറ്റുകൾ, റിങ്ങുകൾ, മിതമായ പണിക്കൂലിയും ആയുഷ്കാല മെയിന്റനൻസ് സപ്പോർട്ടും. ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തൂബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ പരിപാടിയുടെ ഭാഗമായി ജില്ലയിൽ മാലിന്യം വലിച്ചെറിയൽ വിരുദ്ധ വാരാചരണം തുടങ്ങി. ജനുവരി 1 മുതൽ 7 വരെയാണ് വാരാചരണം. ഇതിന്റെ ഭാഗമായി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വിവിധ വകുപ്പുകളും വലിച്ചെറിയൽ മുക്ത ക്യാമ്പയിൻ പ്രവർത്തനങ്ങളിൽ സജീവമായി. പൊതുനിരത്തിലും പൊതു ഇടങ്ങളിലും മാലിന്യം വലിച്ചെറിയുന്നത് തടയുവാൻ ആവശ്യമായ നടപടികൾ വ്യാപാര സ്ഥാപനങ്ങളും സർക്കാർ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സ്വീകരിക്കും. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, മേളകളും ഉത്സവങ്ങളും നടത്തുന്ന സ്ഥലങ്ങൾ, ജാഥകൾ, പൊതുപരിപാടികൾ നടക്കുന്ന ഇടങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് തടയും. തദ്ദേശഭരണ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള ബിന്നുകളിലും മിനി MCFകളിലും ബോട്ടിൽ ബൂത്തുകളിലും ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടെയുള്ള ജൈവ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനെതിരെയും നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. സ്ഥാപനങ്ങളിൽ നിന്നും വാഹനങ്ങളിൽ നിന്നും മാലിന്യം വലിച്ചെറിയാതിരിക്കുന്നതിന് കളർ കോഡുള്ള ബിന്നുകൾ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വിജിലൻസ് സ്ക്വാഡും ജില്ലാ തലത്തിലുള്ള വിജിലൻസ് സ്ക്വാഡും പരിശോധന വ്യാപകമാക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ജില്ലയെ മാലിന്യമുക്തമാക്കുന്നതിന് പൊതുജന പങ്കാളിത്തം വേണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഒരു ബോധവൽക്കരണം, പല ലെവലിലുള്ള ബോധവൽക്കരണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് പല ഓഫീസുകൾ കേന്ദ്രീകരിച്ചുള്ള ബോധവൽക്കരണം, സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള ബോധവൽക്കരണം, റെസിഡൻഷ്യൽ അസോസിയേഷൻ കേന്ദ്രീകരിച്ചുള്ള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്സ്, വ്യാപാരി വ്യവസായികൾ, ആ ബോധവൽക്കരണത്തിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പം നമ്മൾ പ്രഖ്യാപിച്ചതിനോടനുബന്ധിച്ച് അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് 1 മുതൽ 7 വരെയുള്ള തീയതികൾ സംസ്ഥാനത്തൊട്ടാകെ വലിച്ചെറിയൽ മുക്ത ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ച് ബോധവൽക്കരണവും അതോടൊപ്പം തന്നെ എൻഫോഴ്സ്മെൻറ്റ് നടപടികളുടെ ഭാഗമായിട്ട് പൊതുസ്ഥലങ്ങളിൽ വലിച്ചെറിയാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി അത് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ആ സ്ഥലങ്ങളിൽ എൻഫോഴ്സ്മെൻറ്റ് നടത്തുകയും അതിലേർപ്പെടുന്നവർക്കെതിരെ നടപടികൾ സ്വീകരിക്കുകയും അതോടൊപ്പം പല സ്ഥലങ്ങളിലും ഈ വേസ്റ്റ് ബിൻസ് സ്ഥാപിക്കുകയും വ്യാപാര സ്ഥാപനങ്ങളിലും പൊതുസ്ഥലങ്ങളിലും ഒക്കെ തന്നെ വേസ്റ്റ് ബിൻ സ്ഥാപിക്കുകയും അവിടുന്ന് കളക്ട് ചെയ്യുകയും സെഗ്രിഗേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ നിരോധിച്ചിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ വിപണനം കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള എൻഫോഴ്സ്മെൻറ്റ് നടപടികൾ അത് കച്ചവടക്കാർ ഹോൾസെയിലർ മുതൽ റീറ്റെയിലർ വരെയുള്ള സ്ഥാപനങ്ങളിൽ അതും ഇതോടനുബന്ധിച്ച് നടത്തുന്നുണ്ട്. അപ്പം ഷാജു, അതെ, പൊതുസ്ഥലങ്ങളിലും സർക്കാർ ഓഫീസുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ഒക്കെ തന്നെ ബോധവൽക്കരണവും എൻഫോഴ്സ്മെൻറ്റ് നടപടികളും നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്.